ഇന്ത്യയുടെ സ്ഥിരം വഴക്കാളിയായ അയൽക്കാരനാണ് ചൈന. കാശ്മീർ എന്ന കീറാമുട്ടി പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നതിൻ്റെ കാരണവും ചൈനയുടെ മാത്രം താൽപ്പര്യങ്ങളാണ്. ആ തിരിച്ചറിവിൽ നിന്നാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഓൾ ടിപ്സ് മലയാളം എന്ന ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം അടുത്തു കാണുന്ന ബെൽ ഐക്കൺ എനബിൾ ചെയ്യുക. ശേഷം ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോകളും സെർച്ച് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലോകത്തെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തി, മൂന്നാമത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി, വലിയ വ്യാവസായിക രാജ്യം, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാഷ്ട്രം തുടങ്ങിയ ഒട്ടനവധി വിശേഷണങ്ങൾക്ക് ഉടമയായ രാഷ്ട്രം, ഏറ്റവും അധികം അഴിമതി, പരിസ്ഥിതി നശീകരണം, മനുഷ്യാവകാശ ലംഘനങ്ങൾ, ലക്ഷങ്ങളെ കൂട്ടക്കൊല നടത്തുന്ന രാഷ്ട്രം തുടങ്ങിയ ചീത്തപ്പേരിനും കൂടി ഉടമയാണ് ചൈന. അതിനോടൊപ്പം ചൈന അതിർത്തി പങ്കിടുന്ന 18 രാഷ്ട്രങ്ങളിലെ 16നോടും അതിർത്തി തർക്കം നിലനിർത്തുന്ന നിരുത്തരവാദ രാഷ്ട്രം കൂടിയാണ് ചൈന. സ്വാതന്ത്ര്യം കിട്ടിയതു മുതൽ ഇന്നും പരിഹരിക്കപ്പെടാത്ത അതിർത്തി തർക്കങ്ങൾ നിലവിലുണ്ട്. റഷ്യ, ഇന്ത്യ, ജപ്പാൻ, വടക്കൻ കൊറിയ, വിയറ്റ്നാം, പാകിസ്ഥാൻ, തായ്വാൻ, മംഗോളിയ, മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, കസാക്കിസ്ഥാൻ, ലാവോസ്, ഭൂട്ടാൻ, കർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, തെക്കൻ കൊറിയ തുടങ്ങിയവയാണ് ഈ വഴക്കാളി രാഷ്ട്രത്തിന് നിർഭാഗ്യവാന്മാരായ അയൽക്കാർ. ഇതിൽ ഏറ്റവും വലിയ രാജ്യമായ റഷ്യയുമായി പോലും ഇപ്പോഴും പരിഹരിക്കാത്ത തർക്കം സൈബീരിയൻ പ്രവിശ്യയിൽ നിലവിലുണ്ട്. വൻ ശക്തിയായതുകൊണ്ട് മാത്രമാണ് റഷ്യയുമായി ഒരിക്കലും ഏറ്റുമുട്ടലിൽ കലാശിക്കാത്തത്. ഏറ്റവും ഒടുവിൽ നോർത്ത് കൊറിയയും റഷ്യയും ചൈനയുടെ കീഴിൽ അതിർത്തി പങ്കിടുന്ന ഭാഗത്ത് ഇപ്പോഴും റഷ്യ വലിയ സൈനിക ട്രൂപ്പ് നിലനിർത്തിയിട്ടുണ്ട്. നോർത്ത് കൊറിയയും പാകിസ്ഥാനും ഇപ്പോൾ ചൈനയുടെ സുഹൃത്ത് രാഷ്ട്രങ്ങളായി മാറിയിരിക്കുന്നു. അതേസമയം ഇതേ സുഹൃത്ത് രാഷ്ട്രങ്ങൾ ചൈനയുടെ വൻ കടക്കാർ കൂടിയാണ്. ഈ കടം പാകിസ്ഥാനിലും എതിർപ്പുകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. പക്ഷേ സൈനിക നേതൃത്വം ഈ എതിർപ്പിനെ നിർജ്ജീവമാക്കുന്നുണ്ട്. കൊറിയകൾ തമ്മിലുള്ള ശത്രുതയ്ക്ക് വളം വയ്ക്കുന്നതും ചൈനയുടെ ആശീർവാദത്തോടെ തന്നെയാണ്. പാകിസ്ഥാന് മിസൈൽ ടെക്നോളജി കൊറിയയിൽ നിന്നും തിരിച്ച് ആണവായുധ ടെക്നോളജി നൽകുകയും ചെയ്തു. ചൈനയിൽ നിന്നാണ് കൊറിയ മിസൈൽ ടെക്നോളജി കരസ്ഥമാക്കിയത് എന്ന് ആഗോള പ്രതിരോധ വിദഗ്ധർ തെളിവ് സഹിതം വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. ജപ്പാനുമായുള്ള ചൈനയുടെ ശത്രുതയ്ക്ക് ചൈനയോളം തന്നെ പഴക്കവുമുണ്ട്. വളരെ കാലം ചൈനയെ കീഴടക്കി ഭരിച്ചിരുന്നതും ഒട്ടനവധി പീഡന അധിനിവേശങ്ങൾ ജപ്പാൻ ചൈനയിൽ ചെയ്തിട്ടുണ്ട്. ജപ്പാനും ചൈനയുമായുള്ള ചില ദ്വീപുകളുടെ തർക്കം ഇന്നും കീറാമുട്ടിയാണ്. ധാതു എണ്ണ സമ്പന്നവും വാണിജ്യ പ്രാധാന്യവും ഉള്ള തെക്കൻ ചൈനൈ കടലിലെ ഒരിക്കലും പരിഹരിക്കാൻ സാധ്യതയില്ലാത്ത തർക്കങ്ങളാണ് ഉള്ളത്. കിഴക്കോട്ട് നോക്കുക എന്ന ഇന്ത്യയുടെ നയങ്ങൾ തന്നെ ചൈനയെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. ഇത് ചൈനയെ സംബന്ധിച്ചിടത്തോളം നിർണായകവുമാണ്. ഇതിൽ കിഴക്കൻ ഏഷ്യൻ രാഷ്ട്രങ്ങളുടെ പിന്തുണയും ഇന്ത്യക്കാണ്. വിയറ്റ്നാം, തായ്വാനിലും ഇന്ത്യക്കുള്ള സാമ്പത്തിക സൈനിക താൽപ്പര്യങ്ങൾ ചൈനയ്ക്ക് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. കാശ്മീർ എന്ന കീറാമുട്ടി പ്രശ്നം ഇപ്പോൾ നിലനിൽക്കുന്നതിൻ്റെ കാരണവും ചൈനയുടെ മാത്രം താൽപ്പര്യങ്ങളാണ്. ഇൻഡോ പാക് വിഭജന കാലത്ത് പാകിസ്ഥാൻ കയ്യേറിയ കാശ്മീരിലെ ചില ഭാഗങ്ങൾ ചൈനയ്ക്ക് കൈമാറുകയുണ്ടായി. ചൈനയും ഭാരതവുമായുള്ള യുദ്ധത്തിൽ അക്സായ് ചിൻ ഭാഗം ചൈന കയ്യേറുകയും നമുക്ക് തിരിച്ചു തരാത്തതുമാണ്. കൂടാതെ അരുണാചൽ, തവാങ്, സിക്കിം എല്ലാം ഇപ്പോൾ വ്യക്തമായ അതിർത്തി നിർണ്ണയിക്കാത്ത ഭാഗങ്ങൾ തന്നെയാണ്. ഇന്ത്യയിൽ ചില തീവ്രവാദികൾക്ക് ആയുധവും പണവും നൽകുന്നത് ചൈനയാണ്. ഇതിനെല്ലാം എതിരാണ് ഇന്ത്യ കിഴക്കോട്ട് നോക്കുന്നു എന്ന നയം പ്രഖ്യാപിച്ചത്. ഇതിന് ഇന്ന് നമുക്ക് ലോകരാഷ്ട്രങ്ങളുടെ രഹസ്യമായ ആശീർവാദങ്ങളുമുണ്ട്. ഇന്ത്യയെ ശിഥിലീകരിക്കാനുള്ള ചൈനയുടെ വിവിധ പദ്ധതികളിൽ ഒന്ന് സ്ട്രിംഗ് ഓഫ് പേൾസ് ആണ്. ഇന്ത്യയുടെ എല്ലാ അയൽ രാഷ്ട്രങ്ങളിലും സൈനിക താവളങ്ങൾ സ്ഥാപിക്കുന്ന ചൈനയുടെ തീരുമാനം നമുക്ക് മനസ്സിലാകുന്നതാണ്. ഇതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ രാഷ്ട്രം സാഗർമാല എന്ന പ്രതിരോധ പദ്ധതിയും നടപ്പാക്കിയിട്ടുണ്ട്.
ഏതു വിധത്തിൽ ചിന്തിച്ചാലും ചൈന ഒരു നിരുത്തരവാദ രാഷ്ട്രം തന്നെയാണ്. അധിനിവേശത്തിനു തന്നെ ഒരു പുതിയ മാതൃകയാണ് ചൈന കാണിക്കുന്നത്. സഹായം കൊടുക്കുന്ന രാഷ്ട്രങ്ങളെ വൻ കടക്കണിയിലേക്ക് നയിച്ച് അമേരിക്കയേക്കാൾ വലിയ ഭീഷണിയാണ് ലോകത്തിന് തങ്ങൾ എന്ന് ചൈന പറയാതെ പറയുകയാണ്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കായി ഈ ചാനൽ